അപ്പൊ ഞാൻ ചോദിക്കണതല്ല, നിങ്ങൾ എല്ലാ ദിവസവും എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ ആദ്യം എന്തൊരു നീതികേടാ നിങ്ങൾ കാണിച്ചേ. പിണറായിക്കൊരു 10 കൊല്ലം മുമ്പ് നിങ്ങളൊരു ആഡംബര വീട് കൊടുത്തതാ. എന്നിട്ട് പിണറായിക്ക് 10 കൊല്ലം മുമ്പ് നിങ്ങൾ പിണറായിക്ക് ഒരു ആഡംബര വീട് കൊടുത്തതാ. അതിലേക്ക് കട്ടിലിട്ട് കൊടുക്കാൻ നിങ്ങൾ എത്ര കിട്ടും? സുപ്രീം കോടതിയിൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇപ്പൊ പറയണം, ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ അഫിഡാവിറ്റ് മാറ്റി കൊടുക്കുന്നതാണ്. അപ്പൊ ഭരണത്തിൽ വരാവുന്ന സമയം ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹം ഉടൻ സുപ്രീം കോടതിയിലേക്ക് പോകണം. തെരഞ്ഞെടുപ്പ് വരാണ്, ഞങ്ങൾ പുതിയ അഫിഡാവിറ്റ് ആയിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ട് ഈ കേസ് ഇപ്പൊ എടുക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം സുപ്രീം കോടതി പോട്ടെ. അദ്ദേഹത്തിന്റെ ഒരു അഫിഡാവിറ്റ് ഇരിക്കല്ലേ, അദ്ദേഹമാണ് ഇപ്പോഴേ ജയിച്ചു എന്ന് കരുതിയിരിക്കുകയാണല്ലോ. അപ്പൊ സുപ്രീം കോടതി പോവാലോ. ഇതിപ്പോ തെരഞ്ഞെടുപ്പിന്റെ വക്കത്ത് ഇത് കൊണ്ടുവയ്ക്കരുത്, ഞങ്ങൾ വളരെ വിശദമായ ഒരു അഫിഡാവിറ്റ് ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ സർക്കാരിന് ഉത്തരവെടുക്കാൻ അധികാരമുണ്ടോ ഇല്ലയോ? സ്ത്രീ പ്രവേശനത്തിൽ ഞാൻ ചോദിക്കണേ, നിങ്ങൾ ഉത്തരം പറയണം. സ്ത്രീ പ്രവേശനത്തിൽ സർക്കാരിന് ഒരു തീരുമാനം എടുക്കാൻ അധികാരമുണ്ടോ ഇല്ലയോ? ഏഴാമത്തെ പോയിന്റ് എന്താ? ഏഴാമത്തെ പോയിന്റ് എന്താ? ഈ ക്വസ്റ്റ്യനിൽ 6, 7 പോയിന്റ് എന്താ? കോടതിക്ക് പോലും ആചാരപരമായ വിഷയങ്ങളിൽ ഇടപെടാൻ അധികാരമുണ്ടോ? ഈ ചോദ്യം സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളിതാ ഗവൺമെന്റിന് അധികാരം ഉണ്ടെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? സർവേ റദ്ദാക്കി വിധി വരട്ടെ. വിധി വന്നാലല്ലേ ഏത് കണ്ടീഷനിലാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാങ്കേതികമായിട്ടുള്ള റൂൾസ് ഓഫ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണെന്നാണ്. തലക്കെട്ടുകൾ പലതും വരുന്നുണ്ടെങ്കിലും കോടതിയിലുള്ള അഭിഭാഷകർക്ക് പോലും എന്താണ് അതിന്റെ ഉള്ളടക്കം ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന ഇത്രേ ഉള്ളൂ. എന്തായാലും അത് റദ്ദാക്കിയതിന്റെ കാരണം എന്താണ് എന്നുള്ളത് വിധി പൂർണ്ണമായിട്ട് വരുമ്പോൾ ഞങ്ങൾ പരിശോധിക്കും. ചിലപ്പോൾ സാങ്കേതികമായ പ്രശ്നമാണെങ്കിൽ സാങ്കേതികമായ പിഴവ് നികത്തും, അതല്ല വേറെ പ്രശ്നങ്ങളാണെങ്കിൽ അതെന്താണെന്ന് പരിശോധിച്ചിട്ട് തുടർ നടപടി സ്വീകരിക്കും. അല്ല, അത് വിധി വരണ്ടേന്ന്. നമ്മൾ വിധി സാധാരണ വിധി അപ്ലോഡ് ചെയ്യേണ്ട സമയമായി. വിധി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വിധി വായിച്ചു നോക്കും. ചിലരിപ്പോൾ പറയുന്ന കേട്ടല്ല ഫണ്ടിന്റെ റൂൾസ് ഓഫ് ബിസിനസ്സിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടാണ്. ഇദ്ദേഹം പറഞ്ഞ് രാഷ്ട്രീയ ലക്ഷ്യം എന്നാണ്. രാഷ്ട്രീയ ലക്ഷ്യം നിങ്ങളുടെ രാഷ്ട്രീയ അല്ലല്ലോ. കോടതി രാഷ്ട്രീയ ലക്ഷ്യം എന്നൊക്കെ സാധാരണഗതിയിൽ കോടതി എങ്ങനെ പറയൂ? ഇതിന്റെ എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് കോടതിയുടെ വിധി മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് മാറ്റം വരുത്തേണ്ട ഏതെങ്കിലും ഭാഗമാണ് ടെക്നിക്കലി അവർ പറയുമെന്നെങ്കിൽ ആ മാറ്റം വരുത്തും. അതല്ല ഞങ്ങൾ അപ്പീൽ പോകേണ്ട ഭാഗങ്ങളുണ്ടോ എന്നുള്ളത് വിധി കിട്ടിയിട്ടായിരിക്കും മനസ്സിലാക്കാൻ കഴിയുക. അപ്പീൽ പോകേണ്ടതാണെങ്കിൽ അപ്പീൽ പോകും, തിരുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയുമ്പോഴാണെങ്കിൽ തിരുത്തിക്കൊണ്ട് ചെയ്യും. അല്ല, അത് വിധി വായിക്കണ്ടേ? സർവേ എന്നുള്ളത് ഒരു ഗവൺമെന്റിന് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടുമ്പോൾ ജനാധിപത്യം വിപുലപ്പെടുകയല്ലേ ചെയ്യുന്നത്. പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഇപ്പൊ ഞങ്ങൾ വിഷൻ 2031 ഞങ്ങൾ സംഘടിപ്പിച്ചു, എല്ലാ വകുപ്പും സംഘടിപ്പിച്ചു, എല്ലാ മേഖലയിലുള്ള ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംഘടിപ്പിച്ചത്. അവരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ ഒരു ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാട് രൂപപ്പെടുത്തി. അതിനുശേഷം ഇപ്പോൾ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള വിഷൻ 2031 ഇന്നിപ്പോൾ മുഖ്യമന്ത്രി സമാപനം ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ജനാധിപത്യത്തിൽ ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുക എന്നുള്ളത് ജനാധിപത്യം കുറെ കൂടി വികസിതമാകുന്ന രീതിയാണല്ലോ. ആ രീതി ഞങ്ങൾ സ്വീകരിച്ചു. അല്ല, നിങ്ങൾ ഈ രാഷ്ട്രീയ താല്പര്യം തുടക്കം മുതൽ ചോദിക്കുകയാണല്ലോ. ഒരു ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വായിച്ചില്ല. എനിക്ക് വിധി കിട്ടിയാൽ നോക്കിയിട്ട് പറയാം. ഞങ്ങളൊരു ഗവൺമെന്റ് നിങ്ങൾക്ക് തലക്കെട്ടിട്ട് നാളെ ഒറ്റ ദിവസം കൊണ്ട് മറക്കാം. ഞങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ വിധി വായിക്കണ്ടേന്ന്. വിധി ഇതുവരെ അപ്ലോഡ് ചെയ്തതായിട്ടില്ല. ഞാൻ അവിടുത്തെ അഭിഭാഷകരോട് സംസാരിച്ചപ്പോഴും ഒരു ലാസ്റ്റ് റിമാർക്സ് ആണ് റൂൾസ് ഓഫ് ബിസിനസ്സുമായി സംബന്ധിച്ചിട്ടാണ്. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് രാഷ്ട്രീയ താല്പര്യം വെച്ചിട്ടാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, പ്രതികരണം വന്നത് കാണണ്ടേന്ന്. മനസ്സിൽ നമുക്ക് ഇപ്പൊ പ്രതികരണം വന്നത് രാഷ്ട്രീയ താല്പര്യം വെച്ച് ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റിന് പൊളിറ്റിക്സ് ഉണ്ടല്ലോ, പൊളിറ്റിക്സ് ഗവൺമെന്റിന് ഉണ്ടാവുമല്ലോ. പക്ഷെ കോടതി രാഷ്ട്രീയം, ഗവൺമെന്റിന്റെ രാഷ്ട്രീയമാണ് കോടതിയെ ഞാൻ പറഞ്ഞതായി ഞാൻ കേട്ടത് നയപരമായ കാര്യങ്ങളിൽ കോടതി ഇടപെടുന്നില്ല, സാങ്കേതികമായ കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾ രണ്ടുപേരും വാശിക്ക് രാഷ്ട്രീയമാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം അതിലൊന്നും പറഞ്ഞിട്ടുണ്ടോന്ന്. അല്ല, കോടതി എങ്ങനെ പറയണം? ചിലപ്പോൾ സാങ്കേതികമായ പിഴവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സാങ്കേതികമായ പിഴവ് തിരുത്തി ഉത്തരവിറക്കണം. അതല്ല ഞങ്ങൾ അപ്പീൽ പോകേണ്ട പരാമർശങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പീലിലേക്ക് പോകണം. ഇത് കോടതി വിധി കിട്ടണ്ടേ? ഇന്നലെ ഞാൻ പറഞ്ഞു, മിനിഞ്ഞാന്നും പറഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സുപ്രീം കോടതിയിൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇപ്പൊ പറയണം, ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ അഫിഡാവിറ്റ് മാറ്റി കൊടുക്കുന്നതാണ്. അപ്പൊ ഭരണത്തിൽ വരാവുന്ന സമയം ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ.
അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹം ഉടൻ സുപ്രീം കോടതിയിലേക്ക് പോകണം. തെരഞ്ഞെടുപ്പ് വരാണ്, ഞങ്ങൾ പുതിയ അഫിഡാവിറ്റ് ആയിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ട് ഈ കേസ് ഇപ്പോൾ എടുക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം സുപ്രീം കോടതി പോട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു അഫിഡാവിറ്റ് ഇരിക്കുകയല്ലേ, അദ്ദേഹമാണ് ഇപ്പോഴേ ജയിച്ചു എന്ന് കരുതിയിരിക്കുകയാണല്ലോ. അപ്പോൾ സുപ്രീം കോടതി പോകാമല്ലോ. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വക്കത്ത് ഇത് കൊണ്ടുവയ്ക്കരുത്, ഞങ്ങൾ വളരെ വിശദമായ ഒരു അഫിഡാവിറ്റായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഏത് അഫിഡാവിറ്റ് തിരുത്തണ്ടേ? അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കോടതി പോകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് വിധി വരും. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം മുഴുവത്തായിരിക്കും, അതിന് ശേഷമല്ല, അതിന് മുമ്പാണ് വിധി വരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് അദ്ദേഹം നാളെ സുപ്രീം കോടതി പോകേണ്ടതാണ്. കോടതിയെ നിരന്തരം സമീപിക്കുന്ന പരിചയമുള്ള ആളായതുകൊണ്ട് കോടതിയിലേക്ക് പോകാൻ ഇതിനകത്ത് ഒരു ഇടപെടൽ ഹർജി കൊടുക്കാൻ പറ്റുമോ എന്നുള്ള അദ്ദേഹത്തിന് ചർച്ച ചെയ്യാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ ഇത് മാറ്റിവെക്കണം, ഞങ്ങളുടെ പുതിയ അഫിഡാവിറ്റായിട്ട് നിൽക്കുകയാണ്, ഒരു ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് വന്നാലും അവർക്ക് അവസരം കൊടുക്കണം അദ്ദേഹത്തിന് ആവശ്യപ്പെടാവുന്നതാണ്. സർക്കാരിന്റെ ഭാഗത്ത് ഈ അഫിഡവിറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായി? ഏത് അഫിഡാവിറ്റാ പ്രശ്നം? അവസാനം അങ്ങ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ഉദ്ദേശിച്ച ശബരിമല. അല്ല, ഞങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ, ഞങ്ങളോട് ഇപ്പോൾ ഒരു അഫിഡാവിറ്റും ചോദിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ചാനലുകാരോട് ഇന്നലെ മുഴുവൻ പറഞ്ഞല്ലോ, ഒരു അഫിഡാവിറ്റ് ഞങ്ങളോട് ഇപ്പോൾ ചോദിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് 7 പ്രശ്നങ്ങളെ കുറിച്ചല്ലേ അഭിപ്രായം പറയാൻ. ആ അഭിപ്രായം ഞങ്ങൾ കോടതി പറയും. പക്ഷെ അദ്ദേഹം പറഞ്ഞ അഫിഡാവിറ്റ് ഉടൻ തിരുത്തി കൊടുക്കണമെന്ന്. കോടതി പറഞ്ഞാൽ ഇത് അഫിഡാവിറ്റ് ഏതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള അഫിഡാവിറ്റ്? ആ അഫിഡാവിറ്റും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ആ ഹർജിയോടുകൂടി തീർന്നല്ലോ. യുവതി പ്രവേശന വിഷയത്തിൽ LDF സർക്കാരിന്റെ നിലപാടിൽ മാറ്റമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം കോടതി ചോദിക്കട്ടെ എന്ന്. അല്ല, അത് വളരെ കൃത്യമല്ലേ എന്ന്. കോടതി ഇപ്പൊ എന്ത് പറഞ്ഞു? അവർക്ക് പോലും ഇതിലേക്ക് കിടക്കണമെങ്കിൽ 7 ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ വിലയിരുത്തിയാലേ ഞാൻ മുൾപ്പിക്കുന്ന അസ്വസ്ഥനാവല്ലേ. ഈ 7 ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ വ്യക്തത വരുത്തിയാൽ മാത്രമേ ഈ റിവ്യൂവിന്റെ ക്വസ്റ്റിനകത്ത് കിടക്കാൻ പറ്റൂ എന്ന് ഇന്ത്യയുടെ ഉന്നത നീതിപീഠം പറയുമ്പോൾ നിങ്ങൾ ഇതാ ഇപ്പൊ തന്നെ ഇതിൽ തന്നെ പറയണം എന്ന് പറയാൻ ഈ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ? മുൻപ് സുപ്രീം കോടതി നിലപാട് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ആ നിലപാട് തന്നെയാണ് സർക്കാരിന് ഇപ്പോഴുള്ളത്. കോടതി അറിയിക്കാൻ കോടതി എന്താ പറഞ്ഞത്? സർക്കാരിന്റെ നിലപാട് അല്ല, ഇപ്പൊ ഞങ്ങൾ ഇതിന്റെ നിലപാട് പറയുന്നത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി സർക്കാർ ആദ്യപ്പെട്ട അതേ നിലപാട് തന്നെയാണ്. ഏത് നിലപാട് സർക്കാർ എടുത്തത്? സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അല്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മൾ ഈ മാധ്യമ പ്രവർത്തകരുടെ ഒരു പരിമിതി, നിങ്ങൾ ഈ പ്രശ്നം മനസ്സിലാക്കാനേ ശ്രമിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും പഠിക്കാനുള്ള ഒരു ഭാഗമാണിത്. സുപ്രീം കോടതിയിൽ ഒരു കേസ് വരുന്നു, ആ കേസ് ദീർഘകാലത്തിന് ശേഷം സുപ്രീം കോടതിയിൽ വിധി വരുന്നു, ആ വിധി റിവ്യൂ ചെയ്യുന്നു, റിവ്യൂ ഹർജി വരുന്നു. എല്ലാ റിവ്യൂ ഹർജിയും സുപ്രീം കോടതി സാധാരണ സ്വീകരിക്കാറില്ല. റിവ്യൂ കേൾക്കുമ്പോൾ തന്നെ സാധാരണ പലതും ചേംബറിനകത്തോ ആ രൂപത്തിലാണ്, ഓപ്പൺ കോർട്ടിൽ കേൾക്കുമ്പോൾ വളരെ അപൂർവമായിട്ടാണ്. റിവ്യൂ കേൾക്കുമ്പോൾ സുപ്രീം കോടതി പറയുന്നു, ഈ റിവ്യൂ കേൾക്കണമെങ്കിൽ തന്നെ ഭരണഘടനാപരമായ 7 പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വ്യക്തത വരുത്തണം. അപ്പൊ നിങ്ങൾ ഞങ്ങളോട് പറയണം, ആ ഭരണഘടന അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഗവൺമെന്റ് ഭരണഘടനാനുസൃതമായല്ലേ പ്രവർത്തിക്കുന്നത്? കോടതി ഇപ്പൊ എന്താ ചോദിച്ചേക്കണേ? കോടതി ഇപ്പൊ എന്താ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ പിന്നെ എന്തിനാ അഭിപ്രായം പറയണേ? ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഉത്തരവുണ്ടോ? അല്ല, ഞങ്ങൾ അഫിഡാവിറ്റ് എവിടെ കൊടുത്തത്? അല്ല, കറക്റ്റ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കുന്നത് ലളിതമായിട്ടല്ല എന്റെ സുഹൃത്തെ. സർക്കാർ ഏതെങ്കിലും ഉത്തരവ് ഇറക്കിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചതിന് പറയൂ, ഞാൻ ചോദിച്ചതിന് പറയൂ. അതുണ്ടല്ലോ, ഉണ്ടല്ലോ, ഉറപ്പാണല്ലോ. ശബരിമല യുവതി പ്രവേശനത്തിൽ എന്താണ് നിലപാട്? രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് സർക്കാരിന് എന്താണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സർക്കാർ ഏതെങ്കിലും ഉത്തരവ് ഇറക്കിയിരുന്നോ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ? ഉണ്ടോ? അദ്ദേഹത്തോട് അത് കഴിയട്ടെ, ഒരു പാൻ കഴിയട്ടെ. ഞാൻ ചോദിക്കട്ടെ, അല്ല, ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയൂ. പിന്നെ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? അല്ലല്ല, അദ്ദേഹം പറഞ്ഞ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ? സുപ്രീം കോടതി വിധി എന്തായിരുന്നു? കോടതിയിൽ സർക്കാർ യുവതി പ്രവേശനമാകാമെന്ന നിലപാട് മുൻപെടുത്തിട്ടുണ്ടോ എന്നാണ്. അല്ല, സുപ്രീം കോടതി വിധി വന്നല്ലോ. ആ ചോദ്യത്തിന് എന്താ പ്രസക്തി? ഒരു പൊളിറ്റിക്കൽ നിലപാടാണ്. ആ പൊളിറ്റിക്കൽ നിലപാട് മറ്റെന്ത് വന്നാലും നമ്മുടെ നിലപാട് അതായിരിക്കുമല്ലോ. എന്ത് നിലപാട്?
സ്ത്രീ പ്രവേശനത്തിൽ യുവതി പ്രവേശനം അല്ല ഏതാ നേരത്തെ കൊടുത്ത അഫിഡാവിറ്റ് എന്താ പറഞ്ഞേക്കുന്നത്? അതിനകത്ത് പ്രവേശനമാകാമെന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്? എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കേസ് പഠിച്ച ആളാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇത് കുട്ടികളുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ അല്ലത്. ഇത് സുപ്രീം കോടതി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ അപ്പെക്സ് കോർട്ടാണ്. സുപ്രീം കോടതിക്ക് മുകളിൽ ഞാൻ പറയട്ടെ, കോടതിയായിട്ട് കെട്ടാതെ എങ്ങനെ? കോടതിയല്ലേ പറഞ്ഞത്? ഇക്കാര്യത്തിൽ എന്താണ് നിലപാട്? അല്ല സർക്കാരിന് തീരുമാനം എടുക്കണമെങ്കിൽ ഞങ്ങൾ ഉത്തരവിറക്കിയാൽ മതിയില്ലേ? ഒരു പൊളിറ്റിക്കൽ നേരത്തെ തന്നെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കാവുന്ന കാര്യം ഗണേഷ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, സർക്കാരിന്റെ അഭിപ്രായം ഇതുപോലൊക്കെയല്ല, മാറ്റങ്ങൾ ഉണ്ടാവും. ആയിരിക്കും. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോടതി ഇപ്പൊ ഞങ്ങളോട് ചോദിച്ചിട്ടേ ഇല്ല സ്ത്രീ പ്രവേശനത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. ഞങ്ങൾ നേരത്തെ അഫിഡാവിറ്റ് കൊടുത്ത് നിങ്ങൾ ചാനലുകാർ ചോദിച്ചിട്ടാണോ? കോടതി ചോദിച്ചു. ഇപ്പൊ കോടതി എന്താണ്? നിങ്ങളത് വായിച്ചു പഠിക്കേ. 7 പ്രശ്നങ്ങൾ ഇന്നത് പത്രങ്ങളിൽ വായിച്ചാലും മനസ്സിലാവും. ഇതുവരെ ഇല്ലാത്തതായിരുന്നു പത്രങ്ങളിട്ടുണ്ട്. നിങ്ങൾ ഭരണഘടന അനുസരിച്ചല്ലേ പ്രവർത്തിക്കുന്നത്. സുപ്രീം കോടതി പറയുന്നു ഭരണഘടനയിൽ 7 പ്രശ്നങ്ങൾ വ്യക്തത വരുത്തിയാൽ ഇപ്പൊ സർക്കാരിന് ഉത്തരവെടുക്കാൻ അധികാരമുണ്ടോ ഇല്ലയോ? സ്ത്രീ പ്രവേശനത്തിൽ ഞാൻ ചോദിക്കണേ, നിങ്ങൾ ഉത്തരം പറയണം. സ്ത്രീ പ്രവേശനത്തിൽ സർക്കാരിന് ഒരു തീരുമാനം എടുക്കാൻ അധികാരമുണ്ടോ ഇല്ലയോ? 7ാമത്തെ പോയിന്റ് എന്താ? അല്ല 7ാമത്തെ പോയിന്റ് എന്താ? ഈ ക്വസ്റ്റ്യനിൽ 6, 7 പോയിന്റ് എന്താ? കോടതിക്ക് പോലും ആചാരപരമായ വിഷയങ്ങളിൽ ഇടപെടാൻ അധികാരമുണ്ടോ? ഈ ചോദ്യം സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ ഇതാ ഗവൺമെന്റിന് അധികാരമുണ്ടെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതാ നിങ്ങൾ നിലപാട് ഇതാണ്. നിലപാടെന്ന് പറഞ്ഞാൽ എന്താ? ഇതൊറ്റ പ്രശ്നമാണ് നിലപാട്. സുപ്രീം കോടതി പറയുകയാണ് ഇന്ത്യയിലെ നീതിപീഠത്തിന് ആചാരപരമായ വിഷയങ്ങളിൽ ഇടപെടാൻ അധികാരമുണ്ടോ? നീതിപീഠത്തിന് അധികാരമുണ്ടോ എന്ന സംശയം നീതിപീഠം തന്നെ ഉന്നയിക്കുമ്പോൾ ഗവൺമെന്റ് നീതിപീഠത്തിന് മുകളിലാണ്, ഞങ്ങൾക്ക് അധികാരമുണ്ട്, ഞങ്ങൾ ഇതാ മലയാള മനോരമ ഏഷ്യാനെറ്റും ചാനലുകാർ എല്ലാവരും ഒന്നിച്ച് ചോദിച്ചുകൊണ്ട് ഇതൊരു നിലപാട്, ഞങ്ങൾക്ക് എവിടെ അധികാരം? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. സുപ്രീം കോടതി ഉറപ്പല്ലേ? സുപ്രീം കോടതി അല്ലേ 141 എന്താ സുപ്രീം കോടതി എന്താ? ഞാൻ ചോദിച്ച ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ? സുപ്രീം കോടതി പരിശോധിക്കും. അതേ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ 7 ചോദ്യങ്ങളൊന്ന് 7 ചോദ്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കണം. അവിടെ ചെവി പറഞ്ഞിട്ട് കാര്യമില്ല, എന്നോട് ചോദിക്കേ. 7 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. 7 ചോദ്യങ്ങളിൽ ഒന്ന്, ഇത് കേക്ക്, 7 ചോദ്യങ്ങളിൽ ഒന്ന്, കോടതിക്ക് പോലും ആചാരപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ അധികാരമുണ്ടോ? ഇതാണ് അഡ്രസ് ചെയ്യുന്ന പ്രശ്നം. കോടതിക്ക് പോലും അധികാരമില്ല, പിന്നെ ഗവൺമെന്റ് അധികാരം ഉണ്ടാകുമ്പോൾ ഇപ്പൊ അവിടെ വന്നില്ലേ? കോടതിയുടെ അഭിപ്രായം വന്നിട്ടില്ലേ? നിലപാടെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ഇത് രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമൻ സീതയുടെ ആരാണെന്ന് എന്നോട് ചോദിക്കരുത്. അഭിപ്രായം പറയും. അതെ, നിലപാട് ഇപ്പൊ എന്താ ചോദിച്ചേക്കണ ബീന കോടതി ഞങ്ങളോട്? അല്ല ബീനയുടെ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഏത് വിഷയത്തിലാന്ന് പറ, ഏത് വിഷയം എന്ന് പറ. കോടതി ഇപ്പൊ എന്താ പറഞ്ഞേ? ശബരിമല സ്ത്രീ പ്രവേശന വിഷയം മാത്രമല്ല, കുറെ കേസുകൾ കോടതി പരിഗണിക്കുന്നുണ്ട്. ആ കേസുകളുടെ റിവ്യൂ എടുക്കണോ വേണ്ടയോ? ഇപ്പൊ ആധാർ കേസ് വന്നില്ലേ? ആധാർ കേസ് വന്നപ്പോ എന്ത് പറഞ്ഞു? ഭരണഘടനാ പ്രശ്നം ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കട്ടെ. അവർ പരിശോധിച്ച് വന്നതിന് ശേഷമാണ് ആധാറിലേക്ക് എത്തിയത്. ഇവിടെ ഈ 7 ഞാൻ ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റാ, നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. കോടതിക്ക് പോലും സ്ത്രീയെ പ്രവേശനം വേണോ വേണ്ടയോ, ഇവിടെ മാത്രമല്ല പല ക്ഷേത്രങ്ങൾ പള്ളികളൊക്കെ ഉണ്ട്, വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ആചാര കാര്യങ്ങളിൽ കോടതിക്ക് പോലും ഇടപെടാൻ അവകാശമുണ്ടോ എന്ന് ഭരണഘടനാ ബെഞ്ച് വാദം കേട്ട് തീരുമാനിക്കാൻ പോവാ. അപ്പൊ പിന്നെ സർക്കാരിനല്ല കോടതി എന്തെങ്കിലും നിങ്ങൾ തീരുമാനിക്കും. ഇവിടെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് സർക്കാരിന് അധികാരമുണ്ട്, ഇതാ ഞങ്ങളുടെ നിലപാടെന്ന് ഇപ്പൊ പറഞ്ഞാൽ കോടതിക്കെതിരായി പോവില്ലേ? അത് ഞങ്ങൾ പറയും. മുമ്പ് അവരെ കേട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്ന ആ സമയത്ത് സർക്കാർ സ്വീകരിച്ചൊരു നിലപാടുണ്ട്, അനുകൂല സമീപനം. നിലപാടായിരുന്നു ആ സമയത്ത് സ്വീകരിച്ചത്. അത് ഞാൻ ഇന്നലെ വായിച്ചു, നിങ്ങൾ കേട്ടില്ലേ? ഇന്നലെ ആ പാരഗ്രാഫ് 4 ഒന്ന് വായിച്ചു നോക്ക്. അഫിഡാവിറ്റ് വായിച്ചു നോക്ക്. അഫിഡാവിറ്റ് വായിച്ചു നോക്ക്. അവരെ സംരക്ഷണത്തോടുകൂടി പോലീസ് സംരക്ഷണ അത് സുപ്രീം കോടതി വിധിയല്ലേ?
സുപ്രീം കോടതി വിധിച്ചു. ഞാൻ പറയുന്ന ലളിതമായി നിങ്ങൾ കേൾക്ക്. സുപ്രീം കോടതി വിധിച്ചു. സുപ്രീം കോടതി വിധി ലോ ഓഫ് ദ ലാൻഡ് 141 അത് നടപ്പിലാക്കാൻ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഭരണഘടനാ ഉത്തരവാദിത്വമുള്ളവർ. സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഞങ്ങളുടെ വിധി ഒന്ന് റിവ്യൂ ചെയ്യണം. അതേ സുപ്രീം കോടതി തന്നെ പറഞ്ഞു അങ്ങനെ റിവ്യൂ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ അധികാരമുണ്ടോ എന്നത് പോലും നോക്കണം. അപ്പൊ അവരെ നോക്കി വരട്ടെ. ആ പ്രശ്നത്തിൽ ഞങ്ങളുടെ അഭിപ്രായം എന്ത്, ഞങ്ങളത് കോടതിയിൽ വയ്ക്കും. ഈ 7 പ്രശ്നങ്ങളിൽ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, അതിൽ ഓരോ പ്രശ്നവും നിങ്ങൾക്ക് മനസ്സിലായി. 25-26 എന്തൊക്കെ പറയാൻ പറ്റും? അല്ല 25-26 ആർട്ടിക്കിൾ 25-26 ഇത് തമ്മിലുള്ള ബന്ധം എന്ത്? സ്പെഷ്യൽ ഗ്രൂപ്പ് എന്ത്? ഇതിങ്ങനെ ചോദ്യത്തിന് ഉത്തരം പറയാനാണോ? ഭരണഘടനാ വിദഗ്ധന്മാർ, ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരുമായി ചർച്ച ചെയ്തിട്ട് തീരുമാനത്തുള്ളൂ. നിങ്ങളോട് എനിക്ക് ലളിതമായൊരു അഭ്യർത്ഥന ഉള്ളത്, സുപ്രീം കോടതി ഇപ്പൊ എന്താണ് പരിശോധിക്കുന്നത്? സുപ്രീം കോടതിക്ക് പോലും ഇങ്ങനെ പറയാൻ അധികാരമുണ്ടോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഒരു ഗവൺമെന്റ് ഇപ്പൊ തന്നെ ഒരു നിലപാട് സ്വീകരിച്ച് നിങ്ങളോട് പറയണം എന്ന് പറയുന്നതിന്റെ ഒരു യുക്തിരാഹിത്യം നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ട് ആലോചിച്ചാൽ മതി. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പോ തുടർച്ചയുടെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പൊ അവര് തുടർച്ചയായി ഒരു 1/4 നൂറ്റാണ്ടൊക്കെ MLA-മാരായിരുന്ന ആളുകൾ അവിടെ നിന്ന് മാറണം എന്ന അഭിപ്രായക്കാരുണ്ടോ ജനാധിപത്യത്തിന് വേണ്ടി? നിങ്ങളിപ്പോ അത് ഓരോ ദിവസം നിങ്ങൾ മാറ്റാണല്ലോ. ജനാധിപത്യത്തിന് തുടർച്ച അപകടം എന്ന് പറയുന്ന ആളുകൾ പ്രചരിപ്പിക്കുമ്പോൾ തുടർച്ചയായി MLA-മാരായി തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ മാറി നിന്നുകൊണ്ടാണോ ജനാധിപത്യത്തിന്റെ തുടർച്ചയെ ശക്തിപ്പെടുത്താൻ പോകുന്നത്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയും അവരുടെ നിലപാടുകൾ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ നിലപാടുണ്ടാവുള്ളൂ. ഏതിലാ ഏതിനാ നിലപാട് വേണ്ടേ? ഞങ്ങൾക്ക് നിലപാടുണ്ടല്ലോ എന്ന്. അപ്പൊ ഞാൻ ചോദിക്കണതല്ല, നിങ്ങൾ എല്ലാ ദിവസവും എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ ആദ്യം എന്തൊരു നീതികേടാ നിങ്ങൾ കാണിച്ചേ. പിണറായിക്കൊരു 10 കൊല്ലം മുമ്പ് നിങ്ങളൊരു ആഡംബര വീട് കൊടുത്തതാ. എന്നിട്ട് പിണറായിക്ക് 10 കൊല്ലം മുമ്പ് നിങ്ങൾ പിണറായിക്ക് ഒരു ആഡംബര വീട് കൊടുത്തതാ. അതിലേക്ക് കട്ടിലിട്ട് കൊടുക്കാൻ നിങ്ങൾ എത്ര കൊടുക്കണേ? അപ്പൊ അല്ല, ഞാൻ മനസ്സിലായി. ഓഡിറ്റ് റിപ്പോർട്ടിലാണല്ലോ മുഖ്യമന്ത്രിക്ക് കട്ടിലുണ്ടെന്ന് എഴുതി വെച്ചത്. വായിക്കുമ്പോൾ ആർക്കും അറിയാലോ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, പ്രസിഡന്റ് അല്ല, ഇന്നലെ ഞങ്ങൾ പറഞ്ഞല്ലോ എന്താണ് ഓഡിറ്റ് എന്ത്. അപ്പൊ നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് വെച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. സുപ്രീം കോടതി എന്നെ കോടതിക്ക്